നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ നിൻ പ്രസാദം. സനാതനധർമ്മ വിശ്വാസികളായ നമ്മൾ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. പഞ്ചമഹായജ്ഞങ്ങളിൽ ആദ്യം ഋഷിയജ്ഞം അഥവാ ബ്രഹ്മയജ്ഞത്തെക്കുറിച്ച് പറയാം. ലോകത്തിൻ്റെ അടിത്തറ കണ്ടറിഞ്ഞവരാണ് ഋഷിവര്യന്മാർ. അവർ സത്യം ദർശിച്ചവരാണ്. അവർ ഭാവി തലമുറയുടെ ജീവിതത്തെയും ദർശിച്ചറിഞ്ഞ് ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തി. വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ഋഷിപ്രോക്തങ്ങളാണ്. വേദാദി ധർമ്മഗ്രന്ഥങ്ങളുടെ അധ്യയനവും അധ്യാപനവുമാണ് ബ്രഹ്മയജ്ഞത്തിൻ്റെ ബാഹ്യ അനുഷ്ഠാനം. അത് ഋഷിപൂജയാണ്. പ്രഭാതത്തിൽ ഉണരുക, ശരീരശുദ്ധിക്ക് ശേഷം ഈശ്വര സ്മരണ നടത്തുക, സദ്ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക, പഠിക്കുന്നതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതിനെയാണ് ഋഷിയജ്ഞം അഥവാ ബ്രഹ്മയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാമായണമോ മഹാഭാരതമോ ഭാഗവതമോ ദിവസവും ഒരു അധ്യായമെങ്കിലും പാരായണം ചെയ്യുന്നത് ശീലമാക്കുന്നത് ഋഷിയജ്ഞത്തിൽ പെടും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീംനി ചേർത്താരര മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപതേ. വൃത്രാരിമുമ്പായ ദിക്പാലകന്മാരേ വൃത്രാരിമുമ്പായ ദിക്പാലകന്മാരേ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. തുടർന്ന് രാമായണ ദർശനം. എല്ലാ ആപത്തുകളും ഉദ്ഭവിക്കുന്നത് ദുരഭിമാനത്തിൽ നിന്നാണ്. ആത്മവികാസത്തിന് തടസ്സം നിൽക്കുന്ന ദുരഭിമാനത്തെ അതിജീവിക്കാൻ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന സന്ദർഭമാണ് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദാന്തസാരമായ ലക്ഷ്മണോപദേശം
ഉപസംഹരിക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത്. അവിടെ ആത്മസ്വരൂപത്തെക്കുറിച്ചും ആത്മാവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും എല്ലാം ആദ്യം പറഞ്ഞു. പിന്നീട് ആ ഒരു ബോധത്തോടു കൂടി കഴിയുന്ന ആളായാലും ശരീരമുള്ള കാലത്തോളം പ്രാരബ്ധം അനുഭവിച്ചേ മതിയാവും. ഏത് ഭാവനയോടുകൂടി പ്രാരബ്ധം അനുഭവിക്കണം? സമതയോടുകൂടി. അങ്ങനെ സമതയോടുകൂടി പ്രാരബ്ധം അനുഭവിച്ച് കഴിയുമ്പോൾ കർത്തവ്യങ്ങളായ കർമ്മങ്ങളെ ചെയ്യണം. ഈ ഒരു പരമമായ തത്വബോധത്തിലേക്ക് ഉയരുന്നതിന് സംഘം വെടിഞ്ഞ് കർമ്മങ്ങളെ ചെയ്താലും, സംഘം വെടിഞ്ഞ് കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗവും ഉപദേശിച്ചു. ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളെ ചെയ്താലും അപ്പോൾ പിന്നെ കർമ്മസംഘം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ മാനമല്ലോ പരമാപദാമാസ്പദം. ഗുരുപദിഷ്ടമായ തത്വത്തെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുക, നിരന്തരം ധാരണ ചെയ്യുക. അതാണ് സാധകൻ വേണ്ടത്. അങ്ങനെ ധാരണ ചെയ്തുകൊണ്ട് ജ്ഞാനസ്വരൂപമായിരിക്കുന്ന തത്വത്തെ, ആത്മാവിനെ നിരന്തരം ഭാവന ചെയ്തുകൊണ്ട് നീ കഴിയൂ. അങ്ങനെ കഴിയുമ്പോൾ മുഖ്യമായ ഉപദേശമാണ് നൽകുന്നത്. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനത്തെ ത്യജിക്കാൻ, ഇവിടെ മാനത്തെ ത്യജിക്കുക എന്നുള്ളത് കൊണ്ട് ദുരഭിമാനത്തെ ത്യജിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ അഭിമാനം, അഹങ്കാരം ഇത് ത്യജിക്കുക എന്നുള്ള അർത്ഥം പറയരുത്. അഹങ്കാരം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ശരീരം ധരിക്കപ്പെടണമെങ്കിൽ അഹങ്കാരം വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ മാനം എന്ന് പറയുമ്പോൾ ദുരഭിമാനം, തന്നെ സംബന്ധിച്ച് അമിതമായി മൂല്യം കൽപ്പിക്കുകയും തന്നിൽ നിന്ന് ഭിന്നരായവരുടെ മൂല്യം മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്തരം ദുരഭിമാനം നിനക്കുണ്ടാവരുത്. വിവേകം കൊണ്ട്, വിചാരം കൊണ്ട് മാനത്തെ ത്യജിച്ച്, മാനത്തെ ത്യജിക്കുമ്പോഴോ അത് പരമാനന്ദമായി. തൻ്റെ പരിമിതമായ അഹങ്കാരമാണ്, തൻ്റെ പരിമിതമായ മമത്വമാണ് പാരമാർത്ഥികമായ ആനന്ദത്തിന് തടസ്സമായി നിന്നത്. ഇപ്പോൾ ആ പരമാനന്ദം തന്നിൽ താനേ പ്രകാശിച്ചു. അങ്ങനെ തന്നിൽ താനേ പ്രകാശിക്കുന്ന ആ ഒരു ആനന്ദഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നീ കഴിയൂ. അങ്ങനെ കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, മായാവിമോഹങ്ങൾ ബാധിക്കരുത്. മോഹം എന്നാൽ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ, ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാത്ത അവസ്ഥ, കർത്തവ്യാകർത്തവ്യങ്ങളെ തിരിച്ചറിയാത്ത അവസ്ഥ. തീർത്തും മായാശക്തിയാൽ മോഹിതരായി തീർന്നു, തിരിച്ചറിവില്ലാത്തവരായി നമ്മൾ ബദ്ധരായി കഴിയുന്നു. ഈ മായാവിമോഹങ്ങളെ മുഴുവൻ വിവേകം കൊണ്ട്, വിചാരം കൊണ്ട് ത്യജിച്ച് നീ കഴിഞ്ഞാലും, അങ്ങനെ കഴിഞ്ഞാലോ ഒന്ന് ഓർമ്മിക്കുക, മാനമല്ലോ പരമാപദാമാസ്പദം. ആപദാം പരമാസ്പദം. എല്ലാ ആപത്തുകളുടെയും, ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന എല്ലാ ആപത്തുകളുടെയും അടിസ്ഥാനം ദുരഭിമാനമാണെന്ന് ഓർമ്മിക്കൂ. അഭിമാനമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ആപത്തുകളുടെയും ആസ്പദം. അതുകൊണ്ട് ദുരഭിമാനത്തെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കി വിവേകത്തിലൂടെ നീക്കം ചെയ്യൂ. അവിടെ ദുരഭിമാനത്തെ നമ്മൾ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കണം. നമുക്ക് ആർക്കും ദുരഭിമാനത്തെ കെട്ടി പൊതിഞ്ഞ് കളയാൻ സാധ്യമല്ല. മറിച്ച് സദ്വിചാരം, പരമാത്മാ തത്വാനുസന്ധാനം, സത്കർമാചരണം, ശാസ്ത്രവിചാരം, ആത്മവിചാരം,
ഈ സദ്വിചാരത്തിൽ നമ്മുടെ മനസ്സ് ഘടിപ്പിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായി ദുരഭിമാനങ്ങൾ പോവുകയാണ്. അന്ധകാരത്തെ ആർക്കും തന്നെ കെട്ടിപ്പൊതിഞ്ഞ് മാറ്റാൻ സാധ്യമല്ല. അവിടെ പ്രകാശം ജ്വലിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് മാർഗം. ഒരു തിരി ജ്വലിപ്പിക്കുമ്പോൾ ആ ചുറ്റുപാടുള്ള അന്ധകാരം നീങ്ങി. ഇതല്ലാതെ അന്ധകാരത്തെ നീക്കാൻ വേറെ വഴിയില്ല. എന്നതുപോലെ തന്നെ അജ്ഞാന കാര്യങ്ങളെ, ഇവിടെ ദുരഭിമാനത്തെ നീക്കാൻ ഒന്നേ വഴിയുള്ളൂ, അത് മനസ്സിൽ സദ്വിചാരം ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സത്കർമ്മ ആചരണങ്ങളെ ചെയ്തുകൊണ്ട്, സത്തത്വത്തെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട്, പരമാത്മതത്വത്തെ വിഭാവന ചെയ്തുകൊണ്ട് നീ ഈ മാനത്തെയെല്ലാം ജയിച്ചാലും എപ്പോഴും ഒന്ന് ഓർമ്മിക്കണം, മാനമാണ് പരമമായ ആപത്തുകൾക്കെല്ലാം ആസ്പദം, പരമാപദാമാസ്പദം. ഈ ഒരു ബോധത്തോടു കൂടി നീ കഴിഞ്ഞാലെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം ഉപസംഹരിക്കുകയാണ്. സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. ഇപ്രകാരം സൗമിത്രിയോട് ഉപദേശിച്ച ശേഷം സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ. സൗമുഖ്യമോട്, സുമുഖഭാവത്തോടു, ശാന്തമായ, കാണുമ്പോൾ തന്നെ ആകർഷണീയമായ അമ്മയിലെ ആ പ്രേമഭാവത്തെ വളർത്തുന്ന രീതിയിലുള്ള മുഖഭാവത്തോടു കൂടി. നേരത്തെ വിവർണമായിരുന്നു രാമൻ്റെ മുഖം, അതെല്ലാം മാറി തീർത്തും സുമുഖഭാവത്തെ പ്രാപിച്ചു. അമ്മയുടെ ആ ഒരു ശ്രദ്ധയെ ആകർഷിക്കാൻ ഉതകും വിധം അമ്മയോട് സംസാരിക്കാൻ ആരംഭിച്ചു. തുടർന്ന് കൗസല്യാദേവിയോട് ശ്രീരാമൻ പറയുന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അവനവനെക്കുറിച്ച് അമിതമായി മൂല്യം കൽപ്പിക്കുന്നതാണ് ദുരഭിമാനം. വിവേകവും വിചാരവും കൊണ്ട് ദുരഭിമാനത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ദുരഭിമാനം നശിക്കുമ്പോൾ മനസ്സ് ആനന്ദത്തിലാകും. ആനന്ദത്തിന് തടസ്സമാകുന്ന ദുരഭിമാനത്തെ സത്കർമ്മ ആചരണം കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന ശ്രീരാമ സന്ദേശം വ്യാഖ്യാനിക്കുകയായിരുന്നു സ്വാമി ചിദാനന്ദപുരി. ഇനി സനാതനധർമ്മം. ശുദ്ധജലത്തിൽ കഴിയുന്ന മത്സ്യം ദാഹജലത്തിന് അലയുന്നത് പോലെയാണ് പലരുടെയും അവസ്ഥ. ഈശ്വരൻ തന്നിലുണ്ടെന്നറിയാതെ ഈശ്വരനു വേണ്ടി അലയുകയാണവർ. ഇന്ന് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരിണി അമൃത ചൈതന്യം പങ്കുവയ്ക്കുന്നത് അറിയാതെ പോകുന്ന ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഓം അമൃതേശ്വരിയേ നമഃ. മഹാത്മക്കളിൽ നിന്നും സദ്ഗുരുക്കന്മാരിൽ നിന്നും നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു സത്യമുണ്ട്. ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. പക്ഷേ നാം അത് മനസ്സിലാക്കുന്നില്ല. ശുദ്ധജലത്തിൽ വസിക്കുന്ന മീൻ ദാഹജലത്തിനു വേണ്ടി പുഴയിൽ അലയുന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നടന്ന ഒരു സംഭവം ഓർക്കുകയാണ്. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഓഫീസ് എന്നെ ഏൽപ്പിച്ചു. രാത്രി 10 മണി. രാവിലെ വരെ കാത്തിരിക്കുവാൻ പറ്റാത്ത കാര്യമായതിനാൽ ഞാൻ ഉടൻ പുറപ്പെട്ടു. ആ വിദ്യാർത്ഥിനി സ്പാനിഷ് ആയിരുന്നു. ഒരു മുറിയിൽ ഒറ്റയ്ക്കാണ് താമസം. ഭാഗ്യം ഉറങ്ങിയിട്ടില്ല. മുറിയിൽ വെളിച്ചമുണ്ട്. വാതിലിൽ മുട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം രാത്രിയിൽ ശല്യം ചെയ്യുന്നതിന്. ആരാണ്? അകത്ത് നിന്ന് ചോദ്യം. ഞാൻ ഇൻ്റർനാഷണൽ ഓഫീസിൽ നിന്നാണ്. ഒരു അത്യാവശ്യ കാര്യം പറയണം. ദയവായി വാതിൽ തുറക്കൂ. അകത്ത് നിന്ന് ഉത്തരമൊന്നും കിട്ടിയില്ല. നിശബ്ദത മാത്രം. അതിനാൽ അറിയാവുന്ന സ്പാനിഷിൽ ഞാൻ വീണ്ടും പറഞ്ഞു, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ മുറിയിൽ രാത്രി 10 മണിക്ക് തട്ടി വാതിൽ തുറക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ തുറക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അകത്ത് നിന്ന് ആ സ്ത്രീയുടെ ശബ്ദം. ഞാൻ വീണ്ടും പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ, ഒരു അത്യാവശ്യ കാര്യമായതിനാലാണ് ഞാൻ ഓഫീസിൽ നിന്ന് വന്നത്. ഞാനും ഒരു സ്ത്രീയാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നോ നോ നോ, എന്ത് പറഞ്ഞാലും ഞാൻ വാതിൽ തുറക്കില്ല. ഞാൻ വീണ്ടും പറഞ്ഞു നോക്കി. ദയവായി എന്നെ വിശ്വസിക്കൂ, വാതിൽ തുറക്കൂ. ഇതിനിടെ അടുത്ത മുറികളിലെ വിദ്യാർത്ഥിനികൾ എൻ്റെ സംസാരം കേട്ടു വെളിയിൽ വന്നു.
അടഞ്ഞ വാതിലിൻ്റെ രണ്ടപ്പുറത്ത് നിന്നുമുള്ള ഈ സംഭാഷണം അവർക്ക് രസമായി. അവസാനം ആ സ്പാനിഷ് വിദ്യാർത്ഥിനി വാതിൽ തുറന്നു തന്നു. എന്നെ കണ്ട മാത്രയിൽ അവരുടെ മുഖമാകെ മാറി. അവൾ എന്നെ ഒറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, സോറി, ഞാൻ മനസ്സിലാക്കിയില്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. ഇതോർത്തു പിന്നീട് എല്ലാവരും കൂടി നല്ലവണ്ണം ചിരിച്ചു. ആ സംഭവം അവിടെ അങ്ങനെ നല്ല രീതിയിൽ അവസാനിച്ചു. പക്ഷെ ഈ സംഭവം ഇപ്പോൾ ഇവിടെ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ നടക്കുന്നത്? ഭഗവാൻ എല്ലായിടത്തും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഓരോ സാഹചര്യത്തിലും, ഓരോ വ്യക്തിയിലും, ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കൊട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ വിളി കേൾക്കുന്നില്ല. കേട്ടാലും ആ സ്പാനിഷ് വിദ്യാർത്ഥിനിയെപ്പോലെ ആ ശബ്ദം നമ്മൾ മറ്റെന്തോ ആയി തെറ്റിദ്ധരിക്കുന്നു. ഹൃദയത്തിൻ്റെ വാതിൽ കൊട്ടിയടച്ചിരിക്കുവാൻ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ അഹങ്കാരത്താൽ നിർമ്മിച്ച കോട്ടയ്ക്കുള്ളിൽ നാം സുരക്ഷിതരാണെന്ന് കരുതുന്നു. ആ ഇടുങ്ങിയ ചുമരുകൾക്കുള്ളിൽ നാം ഭദ്രരാണെന്ന് കരുതുന്നു. നമ്മുടെ സ്വാർത്ഥതകളും നെഗറ്റിവിറ്റികളും കൊണ്ട് നിർമ്മിച്ച ഇടുങ്ങിയ ഹൃദയമാകുന്ന മുറിയുടെ വാതിൽ കൊട്ടിയടച്ചു നമ്മൾ ഇരിക്കുന്നു. വാതിലുകൾ മലർക്കെ തുറന്നു വെളിച്ചം ഉള്ളിലോട്ട് വരുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഇതുമൂലം ഈ ജഗത്തിൻ്റെ സത്തയായ ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഈശാവാസ്യം ഇതം സർവം, ഈ കാണുന്നതെല്ലാം ഈശ്വരനാണ്. ഈ ലോകം ഈശ്വരൻ ചൂടിയിരിക്കുന്ന പുതപ്പാണ്. ദൃശ്യവും അദൃശ്യവുമായതെല്ലാം ഈശ്വരമയമാണ്. അമ്മ പറയാറുണ്ട്, ഈശ്വരൻ എവിടെയാണെന്ന് ചോദ്യത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: നീ ഈശ്വരനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ, അവിടെ, മുകളിൽ, താഴെ, സർവത്ര ഈശ്വരൻ വസിക്കുന്നു. നിനക്ക് കാണാനും കേൾക്കാനും സ്പർശിക്കാനും രുചിക്കാനും കഴിയുന്നതും ഈശ്വരനാണ്. ഈശ്വരൻ രൂപവും അരൂപവും അനന്തതയുമാണ്. ആ മഹാശക്തി നിന്റെ ഉള്ളിലാണ്, നീ തന്നെയാണ്. എങ്ങനെയാണ് ഈശ്വരൻ്റെ നമ്മുടെ അനുഭവമാക്കി മാറ്റുക? എങ്ങനെയാണ് ഈശ്വരൻ്റെ പ്രകാശം സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുക? നമ്മുടെ ഹൃദയം തുറക്കുവാനും ഈശ്വര ചൈതന്യവുമായി ട്യൂൺ ചെയ്യുവാനും അമ്മ നമുക്ക് ഒരു എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് കൃതജ്ഞതാ മനോഭാവം. അമ്മ നമ്മളോട് പറയാറുണ്ട്, എല്ലാത്തിനും നന്ദി, എല്ലാത്തിനോടും നന്ദി. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. എന്നാൽ ഇന്നത്തെ ജീവിത രീതിയിൽ ഈ മനോഭാവം നമുക്ക് ലഭിക്കുവാൻ എളുപ്പമല്ല. കൃതജ്ഞത എന്നാൽ ഇപ്പോൾ നമുക്കുള്ളതിനോടുള്ള തൃപ്തിയാണ്, അതിനോടുള്ള നന്ദിയാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അസംതൃപ്തിയാണ്. ഇപ്പോൾ നമുക്കുള്ളതിനോടുള്ള അസംതൃപ്തിയും ലഭിക്കാനാകാത്ത സൗകര്യങ്ങളോടുള്ള അമിതമായ ആകർഷണവുമാണ്. സോഷ്യൽ മീഡിയയും പരസ്യങ്ങളും എന്തിനു പറയുന്നു, നമ്മുടെ കൂട്ടുകാർ പോലും നമ്മെ പുതിയ സുഖ സൗകര്യങ്ങൾ തേടി പോകാൻ പ്രേരിപ്പിക്കുന്നു. പരസ്യങ്ങൾ അതിനുള്ള വഴികൾ തുറന്നു കാട്ടുന്നു. വില കൂടിയ പുതിയ വസ്ത്രങ്ങൾ, കാറുകൾ, സ്വർണം എന്നിവ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് എന്തോ നഷ്ടപ്പെടുന്ന പോലെ, ആർഭാട ജീവിതം നയിക്കുന്നവരെല്ലാം നേടുന്ന പോലെ ഈ ഒരു മിഥ്യയിൽ നമ്മൾ ആണ്ടുപോകുന്നു. പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദേഹം മുഴുവൻ വേദന. ആ വേദന ദിവസം മുഴുവനും നമ്മളെ അലട്ടുന്നു. ആ വേദന മാറുമ്പോൾ നമുക്ക് നന്ദിയും ആശ്വാസവും തോന്നും. പക്ഷേ ശരീര ആരോഗ്യത്തിനോടുള്ള ആ നന്ദി 1-2 ദിവസത്തേക്ക് മാത്രമായിരിക്കും. അതിനുശേഷം ആരോഗ്യമുള്ള ഒരു ശരീരത്തിൻ്റെ മഹിമ നാം മറക്കും. നാം പഴയതുപോലെ തന്നെ ആവും. ജീവിതത്തിൽ നന്ദി പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ആരോഗ്യമുള്ള ശരീരം, സ്നേഹമുള്ള കുടുംബം, സഹപ്രവർത്തകർ, വിശ്വസ്തരായ കൂട്ടുകാർ, കയറിക്കിടക്കാൻ ഒരിടം, ഒരു പുൻപുലരിയും ശുദ്ധവായുവും. കൃതജ്ഞത എന്ന ഭാവത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കൃതജ്ഞത എന്ന ഭാവവും വിഷാദം എന്ന വികാരവും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. നമ്മളിൽ നന്ദിയുടെ ഭാവം വളരുമ്പോൾ ഒപ്പം ഉണരുന്നത് സന്തോഷമാണ്. നമ്മുടെ ജീവിത വീക്ഷണവും പോസിറ്റീവായി മാറും. കൃതജ്ഞതാ മനോഭാവം വളരും തോറും നമ്മുടെ ഹൃദയത്തിൽ വിഷാദ ചിന്തകൾക്ക് ഇടവും സമയവും ഇല്ലാതെ വരും. നമ്മുടെ നിരാശജനകമായ ചിന്തകളും വികാരങ്ങളും ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ ഹൃദയ കവാടം തുറക്കും. നമ്മളിൽ സ്വീകരണ മനോഭാവം ജനിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ സാന്നിധ്യത്തിൻ്റെ ചെറിയ ചെറിയ സൂചനകൾ ലഭിക്കും. നമ്മുടെ വാതിലിൽ ഭഗവാൻ കൊട്ടുമ്പോൾ നമ്മൾ ആ വിളി കേൾക്കും. അത് ഭഗവാനാണെന്ന് മനസ്സിലാകും. ശൂരം കൃതജ്ഞം ദൃഢസൗഹൃദം ച
ലക്ഷ്മീ സ്വയം യാതി നിവാസഹേതോഃ. കാരുണ്യവും കൃതജ്ഞതയും ധൈര്യവും നിറഞ്ഞ ഹൃദയം ലക്ഷ്മി ദേവിയുടെ നിവാസസ്ഥലമാകും. നമുക്ക് ഇപ്പോൾ തന്നെ ശ്രമിക്കാം. നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ ധാരാളം ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നന്ദി പറയുവാനുണ്ടാകും. സാധാരണ നമ്മൾ നമ്മുടെ അവകാശമായി കാണുന്നവയോട് നമുക്ക് നന്ദി പുലർത്താം. അങ്ങനെ നമ്മുടെ ഹൃദയം ഈശ്വരനായി തുറന്നിടാം. ഓം അമൃതേശ്വരിയേ നമഃ. എല്ലാത്തിനോടുമുള്ള കൃതജ്ഞതയാണ് നമ്മെ ഈശ്വരനിൽ അടുപ്പിച്ചു നിർത്തുന്നത്. കൃതജ്ഞത നന്ദിയാണ്, നന്ദി സന്തോഷമാണ്. കൃതജ്ഞതയിൽ വിഷാദമില്ല. എവിടെയും ഈശ്വരനുണ്ടെന്ന് അറിയുന്നയാൾക്ക് ഒരിക്കലും വിഷാദവുമില്ല. തുടർന്ന് ദീപാരാധന. രാത്രിയിൽ ആകാശത്ത് അനവധി നക്ഷത്രങ്ങളെ കാണാം. എന്നാൽ സൂര്യൻ ഉദിച്ചാൽ ഒരൊറ്റ നക്ഷത്രത്തെ പോലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് പകൽ നക്ഷത്രമില്ല എന്നാരും പറയില്ല. അതുപോലെ നമ്മുടെ അറിവില്ലായ്മയിൽ ഈശ്വരനെ കാണുന്നില്ല എന്ന് വെച്ച് ഈശ്വരനില്ല എന്ന് പറയാനാകില്ല. മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സന്ധ്യ